വാതിൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിലമ്പന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ പുൽച്ചെടിയാണ്. ഇതിനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. നിലമ്പന എന്നും അതുപോലെ താലമൂലി, ഹംസപതി, ബ്ലാക്ക് മുസ്ലി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു പുൽച്ചെടിയാണ് ഇത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ധാരാളം അടങ്ങിയ ഒരു സസ്യമാണ്. ഈ സസ്യമാണെങ്കിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ്. ഈ സസ്യത്തെ പരിചയപ്പെടുത്താൻ എന്നെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ നാടക ക്ലാസ്സിൽ ടീച്ചർ ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് തന്നു. അതായത് നമ്മുടെ ആ പ്രദേശത്ത് നാടകം നടക്കുന്ന സ്ഥലത്ത് കൂടെ ഞങ്ങളെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഇല പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള രാധ ടീച്ചർ ഈ നിലമ്പനയാണ് പറിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ടീച്ചർ അതിൻ്റെ ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ വിവരിക്കുകയുണ്ടായി. അപ്പോൾ ഈ സസ്യം ഒരു ഓർക്കിഡ് കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. കൂർക്കോലിഗോ എന്ന പേരിലാണ്, ശാസ്ത്രീയ നാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക. അതിനു പുറമെ ഇതിൻ്റെ ഇലയുടെ അഗ്രഭാഗം ഇതിൻ്റെ ഇലയുടെ അഗ്രഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ പുതിയ സസ്യങ്ങൾ മുളയ്ക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ് ഈ പുതിയ സസ്യം മുളച്ചു വരുന്നത്. ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഔഷധ ഗുണങ്ങളാണുള്ളത്. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ആർത്തവകാലത്തുള്ള വേദന, അതുപോലെ മൂത്രച്ചൂട്, അതുപോലെ നീര്, മുറിവുകൾ, ഇതെല്ലാം ത്തിനും ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണിത്. ഈ സസ്യം ഞാൻ പറഞ്ഞുവല്ലോ, വംശനാശം നേരിടുന്നൊരു സസ്യമാണ്. നമ്മുടെ തൊടികളിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരുന്ന ഈ സസ്യം അപൂർവമായാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അമിതമായ വളപ്രയോഗം, കീടനാശിനി പ്രയോഗം, അതുപോലെ തന്നെ പുല്ലിനുള്ള മരുന്ന്, കീടനാശിനി അടിക്കുന്നതൊക്കെ കാരണമാണിത്. ഈ തൊടിയിൽ നിന്നൊക്കെ ഇത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സസ്യം ഒരു വ്യവസായ അടിസ്ഥാനത്തിലും കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ വേരിന് കിലോയ്ക്ക് 480 രൂപ വരെ ലഭിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വീടുകളിലൊക്കെ വളർത്തി ഔഷധപരമായി ഉപയോഗിക്കാവുന്ന ഒരു സസ്യമാണെന്നുള്ളതാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്.